യേശുമശിഹായുടെ ഈ സ്വാന്തന കൂടാരത്തിലേക്ക് ആദരവോടെ സ്നേഹവന്ദനം. സ്നാപയോഹന്നാൻ്റെ ആ മരണവാർത്ത നമ്മുടെ കർത്താവിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്തയായിരുന്നെങ്കിൽ പോലും അത് അവൻ്റെ ശിഷ്യന്മാർ വന്ന് അറിയിച്ചപ്പോൾ ആ യോഹന്നാൻ സ്നാപകൻ്റെ ചിരഛേദനം അവനെ വല്ലാതെ തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ വിജന സ്ഥലത്തേക്കൊന്ന് മാറുവാനും സ്വസ്ഥതയിലൊന്ന് പ്രാർത്ഥിക്കുവാനുമായിട്ട് അവനേറെ ആഗ്രഹിച്ചു. അതുമായി ബന്ധപ്പെട്ട വേദഭാഗം ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ചെറിയ സമയത്തും കൊണ്ട് ആ 14-ാം അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോകാം. ആരംഭഭാഗത്ത് സ്നാപയോഹന്നാൻ്റെ ചിരച്ഛേദത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അതേ തുടർന്ന് നമ്മുടെ കർത്താവ് ദുഃഖത്തിലും പ്രയാസത്തിലുമായിട്ട് തന്നെ സ്വസ്ഥതയിൽ വിജനസ്ഥലത്ത് അല്പസമയം പിതാവാം ദൈവവുമായിട്ട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. അങ്ങനെ അവൻ പടകിൽ കയറുകയും മറുകരയിലെത്തുകയും ചെയ്യുക. മറുകരയിലെത്തിയ നമ്മുടെ കർത്താവ് സ്വസ്ഥതയിലേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അവിടെ എത്തിയ വിവരം അറിഞ്ഞ് അനേക ആളുകൾ അവിടെ ഓടിക്കൂടുകയാണ്. രോഗികളായ ആളുകളുണ്ട്. സൗഖ്യവും സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിച്ച് കടന്നു വരുന്ന അവരോട് അവന് വല്ലാതെ അനുകമ്പ തോന്നിയെന്ന് മത്തായി ശ്ലീഹ കുറിക്കുന്നു. അങ്ങനെ തൻ്റെ അസ്വസ്ഥതയെ തൽക്കാലത്തേക്ക് മറന്നും മാറ്റിവെച്ചുകൊണ്ട് തന്നെ തേടി ആ ആകുലതയോടെ എത്തിയ അനേക ആയിരങ്ങൾക്ക് അവൻ സൗഖ്യവും സ്വസ്ഥതയും സമാധാനം നൽകി പകൽ മുഴുവൻ അവരോടൊപ്പം ആകുക. എന്നിട്ടും സന്ധ്യയായപ്പോൾ ആ ശിഷ്യന്മാരവനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വലിയ ആൾക്കൂട്ടത്തെ പിരിച്ചുവിട്ടേ മതിയാവും. കാരണം ഇവർ നന്നായിട്ട് വിശക്കുന്നുണ്ടാവും. താൻ ഇത്രയും നേരം ഇവർക്ക് നൽകിയത് ശരിക്കും പറഞ്ഞാൽ തമ്പുരാൻ്റെ കൃപയും സൗഖ്യവും സാന്നിധ്യവുമാണ് എന്ന് അവർക്ക് ശരിക്കും ഒന്ന് ബോധ്യപ്പെടണമെങ്കിൽ അവരുടെ വിശപ്പിനെ കൂടി ശമിപ്പിച്ചേ മതിയാവും. അതുകൊണ്ട് അത്ഭുതകരമായി 5 അപ്പം കൊണ്ട് ആ വലിയ ജനസമൂഹത്തെ പരിപോഷിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞാവട്ടെ സുവിശേഷത്തിൽ ആ 14-ാം അധ്യായത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാം, ജനക്കൂട്ടത്തെ പിരിച്ചു വിടുന്നതോടുകൂടി തന്നെ അവൻ അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ മറുകരയിലേക്ക് പോകണം. എന്നിട്ടോ അവൻ തനിച്ച് പ്രാർത്ഥിപ്പാനായി മലമുകളിലേക്ക് കയറിപ്പോയെന്ന് രേഖപ്പെടുത്തുന്നു. യേശു തമ്പുരാന് ആ രാത്രി മുഴുവൻ ആ മലമുകളിൽ തനിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നും മത്തായി ശ്ലീഹ എഴുതുന്നു. ആ സമയത്ത് അവൻ്റെ നിർദ്ദേശപ്രകാരം അവൻ്റെ ശിഷ്യന്മാർ പടകിൽ കയറുകയും മറുകരയിലേക്ക് പോവുകയും ചെയ്തു. അവരുടെ ഉള്ളിൽ സത്യത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. തങ്ങളെ മാത്രം മറുകരയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളുടെ ഗുരു എവിടെ പോയതാണ്? ആ സ്നാപയോഹന്നാൻ അവന് മുന്നോടിയായി വഴിയൊരുക്കുവാൻ വന്നവൻ്റെ ആ മരണം അവനെ വല്ലാതെ തളർത്തിയിട്ടുണ്ടെന്നും തങ്ങൾക്കറിയാം. എന്നിട്ട് ആ ജനക്കൂട്ടത്തെ കണ്ട് മനസ്സലിയുകയും അവരോട് അഗാധമായ അനുകമ്പ തോന്നുകയും അവരെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ഒപ്പം അപ്പം കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുകയുമൊക്കെ ചെയ്തതിന് ശേഷം എന്തുമാത്രം ക്ഷീണത്തിലും പ്രയാസത്തിലും ആയിരിക്കും. എന്നിട്ടും തങ്ങളെ വിട്ട് അവൻ ഒറ്റയ്ക്ക് എങ്ങോട്ടാവും പോയത്? അങ്ങനെയൊക്കെയുള്ള പല വിചാരങ്ങളാൽ ഇവർ ശിഷ്യ സമൂഹം മുഴുവൻ പടകിൽ മറുകരയിലേക്ക് പോവുകയാണ്. അവിടെ വലിയ അപകടം അവരെ കാത്തിരിപ്പുണ്ട് എന്നും തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ആ യാത്ര ഒട്ടും സന്തോഷത്തോടു കൂടി ഒന്നുമല്ല അവസാനിക്കുന്നത്. ആ ശിഷ്യ സമൂഹവും ആ പടകും കരയിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു. അവർ ഏത് ഭാഗത്തു നിന്ന് പടകിൽ കയറിയോ അവിടെ നിന്ന് അവർ ഒരുപാട് ദൂരം വെള്ളത്തിലൂടെ അകന്നു പോവുകയും ലക്ഷ്യസ്ഥാനമായ മറുകരയിൽ എത്താതിരിക്കുകയും ചെയ്യുക. രാത്രി മുഴുവൻ അവർ ആ പടകിൽ വല്ലാതെ മരണത്തെ അഭിമുഖീകരിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും ഇതെവിടെയെങ്കിലും ഒന്ന് എത്തിച്ചേർന്നിരുന്നെങ്കിൽ. അപ്പോഴും മലമുകളിൽ തമ്പുരാൻ പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് നമുക്ക് നിസ്സംശയം വായിച്ച് ധ്യാനിക്കാൻ പറ്റും. ആ രാത്രിയുടെ 4-ാം യാമത്തെക്കുറിച്ച് മത്തായി ശ്ലീഹ സവിസ്തരം പറയുന്നു. രാത്രിയുടെ 4-ാം യാമമായപ്പോൾ പതിയെ യേശു തമ്പുരാന് തൻ്റെ ശിഷ്യന്മാരുടെ ഈ അപകട അവസ്ഥയിലേക്കും സാഹചര്യത്തിലേക്കും അപകട സ്ഥലത്തിലേക്കും ഒക്കെ പതിയെ വരികയാണ്. അതാവട്ടെ വലിയൊരു അത്ഭുതവും കൂടിയാണ്. അത് കടലിന് മീതെ നടന്നു വരുന്നതായിട്ട് ശിഷ്യന്മാർ കാണുകയാണ്. സന്തോഷത്തിലും സമാധാനത്തിലും നാം ഒന്നും ദൈവത്തെ ഓർത്തില്ലെങ്കിൽ പോലും സങ്കടത്തിലും ആകുലതകളിലും അപകടങ്ങളിലും സംഘർഷങ്ങളിലും ഒക്കെ നന്നായിട്ട് ദൈവത്തെ വിളിക്കുന്നവരാണ് നാം ഓരോരുത്തരും. കത്തുക്കുന്ന മെഴുകുതിരികളുടെ എണ്ണമൊക്കെ കൂടുന്ന
നേർച്ചകളൊക്കെ വാതോരാതെ നേരുന്ന പള്ളികളൊക്കെ താല്പര്യത്തോടെ സന്ദർശിക്കുന്ന സമയമാവാം പൊതുവെ അത്തരം അപകടങ്ങളുടെ വേളയിൽ. അതായത് ശിഷ്യർ ആ സന്ധ്യ മുതൽ ആ പാതിര കഴിയുന്ന നേരം വരെയും തുഴഞ്ഞിട്ടും മറുകരയോ ലക്ഷ്യസ്ഥാനത്തോ അപകടമില്ലാത്ത ഏതെങ്കിലും ഒരു തുരുത്തിലോ എന്ന് എത്തിപ്പെടാൻ പറ്റാത്ത വിധത്തിൽ പ്രയാസം നേരിടുമ്പോൾ ദൂരെ തങ്ങളുടെ രക്ഷകൻ ആ വെള്ളത്തിന് മീതെ നടന്നു വരികയാണ്. ആ പടകിലുള്ള ആ മരണത്തെ മുമ്പിൽ കണ്ട് നിലവിളിക്കുന്ന മുഴുവൻ ആളുകളും കരങ്ങൾ കൂപ്പി അവനെ സ്വീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ ശിഷ്യ സമൂഹം അവൻ്റെ വരവ് കണ്ട് നിലവിളിച്ച് പറയുന്നത് വേദത്തിൽ വായിക്കുമ്പോൾ സങ്കടം തോന്നും, ഇതാ ഭൂതം വരുന്നു എന്ന്. അപ്പോൾ ഓർക്കണം, തങ്ങളുടെ അടുത്തേക്ക് സ്നേഹപൂർവ്വം നടന്നു വരുന്ന ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നതിനേക്കാളും അപ്പുറത്ത് അത് ഭൂതമായിട്ട് തെറ്റിദ്ധരിക്കുകയാണ്. എന്താണ് ഈ ശിഷ്യ സമൂഹത്തിന് സംഭവിച്ചത്? തങ്ങളുടെ ഉള്ളിലുള്ള ആ ദൈവബോധമൊക്കെ ഇത്തരമൊരു അപകടത്തിൻ്റെ സമയത്ത് എങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി? ആ ദൈവബോധം അഗാധത്തിലും ആഴത്തിലും പതിഞ്ഞതായിരുന്നു. ആ ക്രിസ്തുവിനോടൊപ്പമുള്ള യാത്രയിലൊക്കെ അവർ നന്നായിട്ട് സന്തോഷിച്ചിരുന്നു. അവൻ്റെ പ്രഭാവം, അവൻ്റെ പരിസരത്ത് വന്നുകൂടുന്ന ആളുകൾ തരുന്ന ആദരവ്, അവനൊരു വലിയ രാജാവായി മാറുമെന്നുള്ള പ്രതീക്ഷ, ഇങ്ങനെ നിസ്സാരമായ അപ്പത്തുണ്ടുകളിൽ നിന്ന് അനേകാര്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അവൻ്റെ വിസ്മയമായ ചില ചര്യകൾ, ഇത്തരം ചില കാര്യങ്ങളിൽ മയങ്ങി അത്തരം ചില മാസ്മരികതയിലൊക്കെ ആയിപ്പോയ ശിഷ്യന്മാർ ഒരു അപകടത്തിൻ്റെ സമയത്ത് ദൈവത്തെ വിളിക്കുവാനോ ദൈവത്തെ പ്രതീക്ഷിക്കുവാനോ ദൈവത്തെ ആഗ്രഹിക്കുവാനോ ഒക്കെ കഴിയാത്ത വിധത്തിൽ അവരുടെ ദൈവബോധം പതിയെ പതിയെ അണഞ്ഞു പോവുകയാണ്. അതുമാത്രമല്ല, ഈ പാതിര കഴിഞ്ഞ് ഈ അപകടത്തിൻ്റെ അവസാന മുഹൂർത്തത്തിൽ തങ്ങളെ തേടി ദൈവം പോലും വരില്ല എന്നൊരു തോന്നലും ഒരുപക്ഷെ അവരുടെ ഉള്ളിലുണ്ടാവണം. തങ്ങളെ തേടി ഇനി ഒരു ദൈവം പോലും വരില്ല, തങ്ങളെ തേടി തങ്ങളുടെ ഗുരു വരില്ല, അവനാവട്ടെ ആ കരയിലെ ഞങ്ങളുമായി വേർപെട്ട് അവൻ എങ്ങോട്ടോ പോയതാണ്, അവനൊരിക്കലും ഞങ്ങൾ നേരിടുന്ന ഈ സംഘർഷത്തെക്കുറിച്ച് അറിവില്ല, ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെക്കുറിച്ച് അവന് യാതൊരുവിധ തിരിച്ചറിവുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ പാതിര കഴിഞ്ഞ നേരത്ത് അവന് ഞങ്ങളിലേക്ക് വരുവാനും ഞങ്ങളെ രക്ഷിക്കുവാനും സാധിക്കുക? തീർച്ചയായിട്ടും പിശാചിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടാവണം. എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവവിചാരത്തെക്കാൾ കൂടുതൽ പൈശാചിക വിചാരങ്ങളാണ്. ആ ദൈവത്തെക്കുറിച്ച് ഒരു ദിവസം 10 തവണ പറയുന്ന ഒരു സാധാരണ വിശ്വാസി പിശാചിനെക്കുറിച്ചും പൈശാചിക പ്രലോഭനങ്ങളെക്കുറിച്ചും 100 തവണ പറയുന്നുവെങ്കിൽ അവൻ്റെ ഉള്ളിൽ ദൈവ അവബോധമാണോ കൂടുതലുള്ളത്, അതോ പൈശാചിക അവബോധത്തിൻ്റെ അളവും അടയാളവുമാണോ കൂടുതലായിട്ടുള്ളത്? ഇതാ വരുന്ന ഭൂതമെന്ന് പറയാൻ പാകത്തിന് അവർ ആ ക്രിസ്തുവിൽ നിന്ന് എന്തുമാത്രം അകന്നുപോയി, അവർ കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നുപോയി എന്നും മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈ ഭാഗത്ത് രേഖപ്പെടുത്തുമ്പോൾ അത് കരയിൽ നിന്നല്ല, ക്രിസ്തുവിൽ നിന്നുള്ള അകലമായിട്ട് നമുക്ക് മാറ്റി വായിച്ച് മൗനത്തിൽ ധ്യാനിക്കാം. ഇതാ അവൻ വന്ന് നിങ്ങളെന്തിനാണ് ഭയപ്പെടുന്നത്, ഇത് ഞാനല്ലേ എന്ന് ചോദിക്കുക. ആ സ്നേഹിക്കുന്ന ദൈവം നമ്മളെ തേടി വരുമ്പോൾ നമ്മൾ മുഖം മാറ്റുകയും അവഗണിക്കുകയും നന്നായിട്ട് അവനെ അവഹേളിക്കുകയും ചെയ്യുമ്പോഴും ഞാനിതാ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനിതാ നിങ്ങളെ സഹായിക്കാനായിട്ട് സന്നദ്ധനായി നിങ്ങളോടൊപ്പമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമേ, എന്തു സംഭവിക്കുന്നു? തമ്പുരാൻ്റെ വലിയ ഒരു സങ്കടത്തെക്കുറിച്ച് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. തന്നെ തിരിച്ചറിയാതെ പോകുന്ന, തന്നെ ഭൂതമായിട്ട് തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വചനം ഇതിനോട് ചേർത്തൊന്ന് വായിച്ചാൽ ക്രിസ്തു ഭൂമിക്ക് കൈമാറിയ അവൻ നേരിട്ട് വലിയ സങ്കടങ്ങളിൽ ഒന്നിനെ അവിടെ പരാമർശിക്കുന്നുണ്ട്. അതാവട്ടെ പ്രിയപ്പെട്ട ശിഷ്യനായ ഫിലിപ്പോസിനോടാണ്. ഇക്കാലമത്രയും ഞാൻ നിന്നോടൊപ്പമായിരുന്നിട്ടും ഫിലിപ്പോസെ നീ എന്നെ അറിഞ്ഞില്ലല്ലോ. ഇക്കാലമത്രയും ഞാൻ നിന്നോടൊപ്പമായിരുന്നിട്ട് നിന്നെ വിളിച്ച് പരിചരിച്ച് പരിപാലിച്ച് വളർത്തി വലുതാക്കി ഇപ്പോൾ നിന്നെ വിളിച്ച് ചേർത്ത് നിർത്തി ഒപ്പം കൊണ്ടു നടക്കുന്ന എന്നെ നീ അറിയാതെ പോയല്ലോ എന്നുള്ളൊരു സങ്കടം ഫിലിപ്പോസ് എന്ന് പറയുന്നൊരു ശിഷ്യനോട് മാത്രം ബാധകമായിട്ടുള്ള, അവനെതിരെ പറഞ്ഞ മാത്രം കാര്യമായിട്ട് വായിച്ച് വ്യാഖ്യാനിച്ച് ആശ്വസിക്കാതെ, മറിച്ച് അവനിലായിരിക്കുന്ന അവൻ്റെ നാമം പേറുന്ന ഞാനുൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കെതിരെ കർത്താവ് പകരുന്ന ഒരു സങ്കടമാണ്. അത് കാലമത്രയും നമ്മളെ പരിപാലിച്ച, ഈ യാത്രയ്ക്ക് വരെ നമ്മളെ ബലപ്പെടുത്തിയ ആ ക്രിസ്തുവിനെ നമ്മൾ അറിയാതെ പോവുകയാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! ആ ക്രിസ്തു അടുത്തേക്ക് വരുമ്പോൾ പോലും അത്
പിശാചാണ്, ഭൂതമെന്ന് തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇത് ശിഷ്യന്മാരുടെ അക്കാലത്തെ ഒരു പരാജയമാണ്. പിന്നീട് ഈ ശിഷ്യന്മാർക്കൊക്കെ എന്തുമാത്രം മാറ്റം സംഭവിച്ചു. ഈ ശിഷ്യന്മാർക്ക് അവൻ്റെ ആ കഷ്ടാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവരെന്തുമാത്രം ശ്രേഷ്ഠരായി. അതിൻ്റെ നല്ല ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 54-ാമത്തെയും 55-ാമത്തെയും വചനം വായിച്ചാൽ മതി. അവിടെ സഭയുടെ പ്രഥമ രക്തസാക്ഷി, ആ ശമാശന്മാരിൽ തലവനായ സ്തേഫാനോസ് സഹദായെക്കുറിച്ച് പരാമർശമുണ്ട്. സ്തേഫാനോസ് സഹദായുടെ ദീർഘമായ പ്രഭാഷണമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം. ആ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് അവനെതിരെ അവൻ്റെ ശത്രുക്കൾ പല്ലുകടിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് കല്ലുകളെടുത്ത് അവനെ എറിയാനായിട്ട് ഒരുങ്ങുന്ന അങ്ങനെയുള്ള ആളുകളുടെ മധ്യത്തിൽ അകപ്പെട്ടു പോയ സ്തേഫാനോസ് സഹദാ എങ്ങോട്ട് നോക്കിയാലും, ചുറ്റിലും എങ്ങോട്ട് നോക്കിയാലും തന്നെ നേരെ ആക്രോശിക്കുകയും പല്ലുകടിക്കുകയും തന്നെ കൊല്ലാൻ കല്ലുകളെടുക്കുകയും ചെയ്തിരിക്കുന്ന ആളുകൾ. എന്നിട്ടും സ്തേഫാനോസ് കണ്ടതിനെക്കുറിച്ച് ആ 7-ാം അധ്യായം 54-55 വചനങ്ങളിൽ പറയുന്നു, ആ സ്വർഗം തുറക്കുകയും ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വത്തെ അവൻ കാണുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും തന്നെ കൊല്ലാനായിട്ട് ആക്രോശിച്ച് കല്ലുകളെടുത്ത് തൻ്റെ ചുറ്റും വട്ടം കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിലും സ്തേഫാനോസിനെ കാണാനായിട്ട് ഭാഗ്യം കിട്ടിയത് മശിഹായുടെ മഹത്വത്തെയാണ്. തീർച്ചയായിട്ടും മശിഹ അടുത്തേക്ക് വരുമ്പോൾ ഭൂതമെന്ന് കണ്ട് തെറ്റിദ്ധരിച്ച് നിലവിളിച്ച ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്നൊരു വലിയ വളർച്ച, അത് ആ തന്നെ കൊല്ലാൻ എടുത്തു വരുന്നവരെ പോലും ആ ക്രിസ്തുവിൻ്റെ മഹത്വത്തിലൂടെ കാണാനായിട്ടും അവർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും സാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വളരുകയാണ്. പത്രോസ് പതിയെ തിരിച്ചറിയുന്നുണ്ട്, ഇത് കർത്താവാണ്. ഈ വെള്ളത്തിന് മീതെ നടന്നു വരുന്നത് ഭൂതമല്ല, പിശാചല്ല, ഞങ്ങളെ അപകടപ്പെടുത്താനായിട്ട് വരുന്ന ശത്രുവുമല്ല, മറിച്ച് ഞങ്ങളുടെ രക്ഷകനാണ്. പത്രോസ് പറയുകയാണ്, കർത്താവെ അങ്ങ് കൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെപ്പോലെ നിൻ്റെ അരികിലേക്ക് ഈ വെള്ളത്തിന് മീതെ നടന്നു വരാം. അപ്പോൾ കർത്താവ് പറയുക, നീ വരിക. അങ്ങനെ പത്രോസ്, എനിക്ക് തോന്നുന്നു, ഒപ്പമുള്ള മുഴുവൻ ശിഷ്യന്മാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാം നേതാവെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് തന്നെ വെള്ളത്തിനു മീതെ എപ്രകാരം കർത്താവ് കരയിൽ നിന്ന് അവരിലേക്ക് വന്നോ അപ്രകാരം ഈ പടകിൽ നിന്ന് അവനിലേക്ക് പോവുകയാണ്. പത്രോസിൻ്റെ ഉള്ളു മുഴുവൻ ഒറ്റ മന്ത്രം കൊണ്ട് നിറഞ്ഞിരുന്നു, അത് മിശിഹായ എന്ന ഒറ്റ മന്ത്രം കൊണ്ട് പത്രോസ് ഇങ്ങനെ പതിയെ അവനിലേക്ക് നടന്നു പോവുകയാണ്. ഈ നടപ്പിന് വേഗത കൂടുന്നുണ്ട്. നടപ്പ് വെള്ളത്തിന് മീതെയാണ്. അത് ലോകം കണ്ട വെച്ച് വലിയൊരു അത്ഭുതമാണ്. ഇതിനിടയിൽ എപ്പോഴോ പത്രോസ് ആ മന്ത്രം ഒന്ന് നിർത്തി. മശിഹ എന്നുള്ള ആ നാമം ജപിക്കുന്നതിന് പകരം പത്രോസ് പതിയെ ഒപ്പമുള്ള 11 പേരിലെയും കേമനാണല്ലോ ഞാനെന്ന് ഒരുപക്ഷെ ഓർത്തിട്ടുണ്ടാവും. കാരണം ആ 11 പേർക്കും ഇല്ലാത്ത ഒരു ധൈര്യം, ഒരു വിശ്വാസം, ഒരു തിരിച്ചറിവൊക്കെ എനിക്കുണ്ടായി. അങ്ങനെ പത്രോസ് പതിയെ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ അവനെക്കുറിച്ച് തന്നെ സ്വയമായിട്ട് ധ്യാനിക്കാൻ തുടങ്ങിയതോടുകൂടി പത്രോസിനുണ്ടാകുന്ന വലിയ വീഴ്ചയെക്കുറിച്ചും ഈ വേദഭാഗം അവിടെ ഭംഗിയായിട്ട് രേഖപ്പെടുത്തുന്നു. പത്രോസ് പതിയെ അലകളിൽ താഴ്ന്നു പോവുകയാണ്. പത്രോസ് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പത്രോസ് വീണ്ടും ഒരു അപകടത്തിലേക്ക് പോവുകയാണ്. ആ പടകിലായിരിക്കുന്നവർ കുറെ കൂടി സുരക്ഷിതരാണെന്നുകൂടി അവൻ ഓർത്തുണ്ടാവും. ഇത്രമാത്രം ഒരു വലിയ മണ്ടത്തരത്തിലേക്ക് എന്തിനിറങ്ങി പുറപ്പെട്ടു? സ്വയമാണ് ഇങ്ങനെയൊരു ക്ഷണം കിട്ടാൻ ആഗ്രഹിക്കുകയും എന്നെ നീ ഇന്ന് കൽപ്പിച്ചാൽ ഞാൻ വരാമെന്നൊക്കെ പറയുകയും ചെയ്തു. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. ക്രിസ്തു വഴികളിലൂടെ നടന്നു പോകുന്ന ഞാനുൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും തങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയുടെ സംഘർഷത്തിൻ്റെ കാരണമൊന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇതെന്തിനാണ് ഈ വഴി തിരഞ്ഞെടുത്തത്? എന്തിനാണ് ഈ മശിഹായെ വിളിച്ചിങ്ങനെ നമ്മളിങ്ങനെ മണ്ടന്മാരാകുന്നത്? ഈ മശിഹ നമ്മളിലേക്ക് എത്താനായിട്ട് എന്തുമാത്രമാണ് വൈകുന്നത്? അങ്ങനെയൊക്കെ തോന്നി നമ്മൾ വീണ്ടും കുറേ കൂടി നമ്മുടെ ജീവിതത്തെ അപകടത്തിലേക്ക് താത്തിക്കളയുക. പത്രോസ് പതിയെ താണുപോകുമ്പോൾ അവൻ കൈനീട്ടി അവനെ രക്ഷിക്കുന്നതായിട്ടും തുടർന്ന് വേദഭാഗം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് അല്പവിശ്വാസി, നീ എന്തിനാണ് സംശയിച്ചതെന്ന് കർത്താവ് ചോദിക്കുക. കുറേ കൂടി വിശ്വാസത്തിലേക്ക് വരുവാനും വളരുവാനും സാധിക്കണം. അത് ക്രിസ്തുവിനെ കുറേ കൂടി തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ സംഭവമൊക്കെ ആരംഭിക്കുന്നത് ആ സ്നാപകൻ യോഹന്നാൻ്റെ ശിരച്ഛേദവുമായി ബന്ധപ്പെട്ട ആ ഒരു മരണം നമ്മുടെ കർത്താവിനെ ഏകാന്തതയിൽ പ്രാർത്ഥിപ്പാനായിട്ട് പ്രേരിപ്പിച്ചു. ഓർക്കണം, ദൈവപുത്രനും പ്രാർത്ഥിക്കുന്നതായിട്ട് സുവിശേഷം ഒരുപാട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളെക്കുറിച്ച് ഭംഗിയായിട്ട് പറയുന്ന പുസ്തകം മർക്കോസിൻ്റെ സുവിശേഷമാണ്. ഇത്രയും ആദരണീയനായ നാലുവറയിലച്ചൻ നസ്രായൻ്റെ കൂടെ എന്ന് പറഞ്ഞ് മനോഹരമായ പുസ്തകം രചിച്ചിട്ടുണ്ട്.
അത് മർക്കോസിൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കി തമ്പുരാൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് തന്നെയാണ് ആ പുസ്തകത്തിലൂടെ ഒന്ന് കടന്നു പോകുന്നത്. ഏതൊരു ആത്മീയ വിശ്വാസിക്കും കുറേ കൂടി ജീവിതത്തിൽ പ്രകാശം കണ്ടെത്താനായിട്ട് സഹായിക്കുന്നൊരു പുസ്തകമാണ്. അപ്പോൾ വ്യക്തിപരമായി നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട സമയവും സന്ദർഭവും ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സങ്കടങ്ങളും സഹനങ്ങളും വ്യക്തമായ തിരിച്ചറിവ് പോലും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ ആണ് കൂടുതൽ ക്രിസ്തുവിനെ അറിയേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വേറിട്ട് പോയ ക്രിസ്തു തന്നെ തേടി വന്ന ജനത്തെ അവഗണിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ നിസ്സാരമായ സങ്കടം പോലും വലിയ പൊട്ടിത്തെറികളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓഫീസിൽ നിന്ന് ആ മനുഷ്യൻ പതിവിന് അല്പം വൈകിയേ വന്നേ. വൈകി വരുമ്പോൾ വൈകിയത് എന്താണെന്നറിയാനായിട്ട് ആകാംക്ഷയോടെ നിൽക്കുന്നൊരു ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അയാൾ എന്തു പറ്റി, ഇന്ന് ബസ് കിട്ടിയില്ലേ, ട്രെയിൻ എന്നെ മിസ് ചെയ്തോ, അയാളങ്ങ് പൊട്ടിത്തെറിക്കുക. അയാൾക്ക് മാത്രം അറിയാം ഒരു കാരണവുമില്ലാതെ അയാൾക്കിന്ന് അയാളുടെ ബോസിൽ നിന്ന് കണക്കറ്റ ശകാരം കിട്ടി. അതിനെക്കുറിച്ച് യാതൊരു നിശ്ചയമില്ലാതെ ഇയാൾ വരാനായിട്ട് പതിവിലും വൈകുന്നതിൽ ആകുലപ്പെട്ട് നിൽക്കുന്ന ഈ ആളുകൾ എന്തു ചെയ്തു? ഓർക്കണം, തനിക്ക് കിട്ടിയ മുഴുവൻ വേദനയും മുറിവും മറ്റൊരു വിധത്തിൽ തൻ്റെ കുടുംബത്തിലേക്ക് പകരുകയാണ്. അന്നേ ദിവസം മാത്രമല്ല, പിറ്റേ ദിവസവും ആ വീടിന് പറയത്തക്ക സ്വസ്ഥതയോ സന്തോഷമോ ഒന്നും കണ്ടെത്താൻ പറ്റത്തില്ല. ഓർക്കണം, നമ്മൾ എന്തുമാത്രം മുറിവേറ്റിരിക്കുകയാണേലും മറ്റുള്ളവരുടെ കുറേ കൂടി അനുകമ്പ കാണിക്കാൻ, മറ്റുള്ളവരെ കുറേ കൂടി മുഖവിലയ്ക്ക് എടുക്കാനായിട്ട് കർത്താവ് ഈ സംഭവത്തിലൂടെ നമ്മളെ നന്നായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഏകാന്തത്തിൽ പിതാവാം ദൈവവുമായിട്ട് അല്പസമയം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയൊക്കെ അവൻ മറുകര തിരഞ്ഞെടുക്കുകയും പോവുകയും ചെയ്തപ്പോൾ അവിടെ തന്നെ തേടി വന്ന മുഴുവൻ ആൾക്കൂട്ടത്തെയും സ്വസ്ഥതപ്പെടുത്തുകയും സമാധാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവരെ അപ്പം വർദ്ധിപ്പിച്ച് തൃപ്തരാക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാവട്ടെ ആ ക്ഷീണിതരായ ശിഷ്യന്മാരെ വിശ്രമത്തിലേക്ക് അയക്കുകയും താൻ തനിച്ച് മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോവുകയും ചെയ്യാം. ദൈവം എവിടെയാണിപ്പോൾ? നമ്മുടെ ഈ കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കും ഇടയിൽ നമ്മൾ വല്ലാതെ നട്ടം തിരിഞ്ഞ് ഉഴരുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും വിളിക്കുകയും ചെയ്യുന്ന ഈ ദൈവം എവിടെയാണ്? ദൈവം നമ്മളോടൊപ്പമുണ്ടെന്നൊരു സൂചനയുണ്ട്. തീർച്ചയായിട്ടും ഇത്തരമൊരു അപകടം നമ്മളെ കുറേ കൂടി ഒരു ദൈവ കാഴ്ചപ്പാടിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന. എന്തെന്നാൽ ചില അപകടങ്ങൾ പതിയെ ക്രിസ്തുവിന് നമ്മിലേക്ക് വരാനുള്ളൊരു പാലമായിട്ട് മാറുന്നുണ്ട്. ഇത് അപകടത്തിൻ്റെ മേഖലയിൽ ആ രാത്രിയുടെ 4-ാം യാമത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് കണക്കുകളും സമയവും പറയുമ്പോൾ എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞൊരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞു കഴിയുമ്പോൾ പതിയെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നു. ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് മുൻകൂട്ടി പറയാനായിട്ട്, എൻ്റെ ആഗ്രഹം അനുസരിച്ച് ദൈവത്തെ പ്രവർത്തിപ്പിച്ചു തുടങ്ങാനായിട്ട് ഞാൻ ദൈവത്തെക്കാളും വലിയവനായിട്ടുണ്ടോ? അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രയത്നങ്ങളും പ്രാർത്ഥനകളും അവസാനിച്ചു കഴിയുമ്പോൾ, എൻ്റെ പ്രതീക്ഷകളൊക്കെ ഒരുപക്ഷെ തീർന്നു കഴിയുമ്പോൾ ദൈവം പതിയെ പ്രവർത്തിച്ചു തുടങ്ങും. ദൈവത്തിൻ്റെതായ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതം എന്ന് പറയുന്നത് നൽകാവുന്ന ഏറ്റവും നല്ല നിർവചനം, എൻ്റെ പ്രതീക്ഷ അവസാനിക്കുമ്പോൾ ആണ് സത്യത്തിൽ എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. എന്നിലുള്ള എല്ലാ പ്രതീക്ഷയും കണക്കൂട്ടിലും പത്രോസിലൂടെ നമുക്ക് സംഭവത്തിൽ വ്യക്തമാണ്. അവന് നടക്കാമെങ്കിൽ എനിക്ക് നടക്കാം. എന്തൊരു വലിയ വിശ്വാസബോധം! അങ്ങനെയാണ് പത്രോസ് പതിയെ നേതാവാകുന്നത്. അവന് നടക്കാമെങ്കിൽ അവനിലുള്ള വിശ്വാസം കൊണ്ട് എനിക്ക് നടക്കാം. എവിടെയാണ് പിഴച്ചു പോയത്? പത്രോസിൻ്റെ ഉള്ളിലെ വിശ്വാസമൊക്കെ പതിയെ ദുർബലമായത് എവിടെയാണ്? അവനിലുള്ള വിശ്വാസം, അവനിലുള്ള ധ്യാനം, അവനെക്കുറിച്ചുള്ള വിചാരങ്ങളൊക്കെ 2-3 ചുവട് മുമ്പോട്ട് വെച്ചപ്പോൾ പത്രോസിന് നഷ്ടപ്പെട്ടു പോയി. തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല നിശ്ചയം എനിക്കുമുണ്ട്. ഒരു പുരോഹിതനാകുമ്പോൾ ആയ കാലത്തുണ്ടായിരുന്ന ആ വിചാരവും പ്രാർത്ഥനയും ഒക്കെ ഓരോ വർഷം കഴിയുമ്പോൾ പതിയെ പതിയെ കുറഞ്ഞു പോകുന്നുവെങ്കിൽ എവിടെയാണ് പ്രശ്നം? തീർച്ചയായിട്ടും ഇതെൻ്റെ മികവാണ്, എനിക്ക് അർഹതപ്പെട്ടതാണ്, ഇതിലും കുറച്ചും കൂടിയതാണ് ശരിക്കും ഞാൻ അർഹിക്കുന്നത്, എനിക്ക് അവകാശപ്പെട്ടതെന്നൊക്കെ ധരിച്ച് ഓരോരുത്തരും തുടങ്ങുമ്പോഴാണ് പതിയെ കാലിടറാൻ തുടങ്ങുന്നത്. ഞാൻ അയോഗ്യനായ ദാസനാണെന്ന് പൗലോസ് അപ്പോസ്തലൻ നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത്തരമൊരു വിനയത്തിലായിരിക്കാനായിട്ടും ഹൃദയ സുതാര്യതയിലായിരിക്കാനായിട്ടും സാധിക്കണം. ചില സംഘർഷങ്ങളും അപകടങ്ങളും ഒക്കെ പതിയെ കർത്താവിന് നമ്മളിലേക്ക് എത്താനൊരു പാലമായിട്ട് മാറുന്നുണ്ട്. അവൻ വരുമ്പോൾ അവനെ നമ്മൾ ഭൂതമായിട്ട് കാണുകയും അതോ ജീവനുള്ള മശീഹായിട്ട് തിരിച്ചറിയുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് സ്തേഫാനോസിൻ്റെ നല്ല ഉദാഹരണം കൂടി ഓർമ്മപ്പെടുത്തിയതും. തന്നെ കൊല്ലാനായിട്ട് കല്ലുകളെടുത്ത് ആക്രോശിച്ച് വട്ടം കൂടി നിൽക്കുന്ന ആളുകളുടെ ഓരോ മുഖത്തേക്കും സ്തേഫാനോസ് സ്നേഹപൂർവ്വം നോക്കി. എന്നിട്ട് അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അവന് കാണാൻ സാധിച്ചത് സ്വർഗം തുറന്നിരിക്കുന്നതായിട്ടാണ്. അവൻ്റെ ഉള്ളിലുള്ളത് അവന് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പുറമേ ഉള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് ആ ഉള്ളിലുള്ള ദൈവ അബോധം അവന് കുറേ കൂടി വ്യക്തതയുള്ള തെളിമയുള്ള കാഴ്ച നൽകി. ഇതാ
ജീവിതത്തിൽ കുറേ കൂടി അത് ഭവനത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഒരു ചെറിയ വീടിനുള്ളിൽ കുറേ കൂടി കാഴ്ചയുള്ള ആളുകളായിട്ട് മാറുക, കുറേ കൂടി ഹൃദയപൂർവ്വം പ്രാർത്ഥനയുള്ള, വേദപുസ്തക വായനയുള്ള ഒരു ചെറിയ ആത്മീയ ജീവിതം ഓരോ മനുഷ്യനും തനിച്ച് കണ്ടെത്താവുന്ന, രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ്. അതിന് വലിയ കോലാഹലങ്ങളൊന്നും ഈ കാലത്ത് ആവശ്യമില്ല. ഇതൊന്നും സാധിക്കാത്ത ആളുകളാണ് സത്യം പറഞ്ഞാൽ വല്ലാതെ പരക്കം പായുന്നത്. ഇതിന് വെളിയിൽ എന്ത് സുഖമാണ് കിട്ടുക, ഇതിന് വെളിയിൽ നിന്ന് എന്ത് സൗഖ്യമാണ് കിട്ടുക, ആ സൗഖ്യം എന്തുമാത്രം വില കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറായി സ്വസ്ഥതയ്ക്കും സൗഖ്യത്തിനും സമാധാനത്തിനുമായി ഇന്നെല്ലാ മനുഷ്യരും ഓടുകയാണ്. ഓട്ടത്തിനിടയിൽ മറ്റുള്ളവരുമായിട്ട് കൂട്ടിയിടിക്കുന്നു. ഒന്ന് സോറി പറയാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ആത്മീയത അന്വേഷിച്ച് രക്ഷയും സുബോധവും സമാധാനവും സമ്പത്തും ഒക്കെ അന്വേഷിച്ച് ആളുകൾ നെട്ടോട്ട് ഓടുന്നത്. ഒന്ന് സ്വസ്ഥമായിരിക്കാനായിട്ട് സാധിച്ചാൽ, പതിയെ ആ ഒരു സ്വസ്ഥതയിലായിരിക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിച്ചാൽ അയാൾക്ക് കിട്ടുക ശരിക്കും ക്രിസ്തുവിനെയാണ്. ഇതാ പത്രോസ് ആ ഒപ്പമുള്ള 11 പേര് പടകിലുണ്ട്. പത്രോസിനെ വെള്ളത്തിൽ നിന്ന് ക്രിസ്തു തിരികെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ആ 12 പേർക്കും ഒരു കാര്യം വ്യക്തമാകുക, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. അതുവരെയും അവർക്കില്ലാതിരുന്ന ഒരു വ്യക്തത അതോടെ കിട്ടുകയാണ്. തങ്ങൾ ഒറ്റയ്ക്കല്ല എന്നും എന്തുമാത്രം വലിയ അപകടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയാലും ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. അവനിൽ നിന്നുള്ള വിചാരം ഞങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗമാണ്. അത് നിത്യമെന്ന് വായിക്കുന്നത് നമ്മുടെ ജീവിതം വരുന്ന മുഴുവൻ പരുക്കുകളിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ നമ്മളെ സഹായിക്കുന്നൊരു വേദഭാഗവും കൂടിയാണ്. ജീവിതം വല്ലാതെ മുറിപ്പെടുത്തുമ്പോൾ ഓർക്കുക, അത് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള ഒരു കാഴ്ചവെട്ടം തുറക്കുന്നൊരു അനുഭവമായിട്ട് ഓരോരുത്തർക്കും മാറട്ടെ. ആ സ്നാപക യോഹന്നാൻ്റെ ആ മരണം മുതലുള്ള കർത്താവിൻ്റെ അസ്വസ്ഥമായ യാത്ര, അതെന്തുമാത്രം അനുകമ്പ മറ്റുള്ളവർക്ക് കരുണ കിട്ടുന്ന വിധത്തിലേക്ക് അവനതിനെ മാറ്റി. സ്വസ്ഥമായിട്ടുള്ള പ്രാർത്ഥന നമ്മളെ കുറേ കൂടി ബലപ്പെടുത്തും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഏറെ അസ്വസ്ഥതകളിൽ ആടിയുലയുന്ന വഞ്ചിയിൽ അപകടത്തിലായിരിക്കുന്ന വേളയിൽ പതിയെ അങ്ങ് ഞങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്തുകൊണ്ടോ കടന്നു വരുന്ന അങ്ങേ തിരിച്ചറിയാനോ സ്നേഹിപ്പാനോ സ്വീകരിപ്പാനോ കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ അജ്ഞതയുള്ളവരും അന്ധതയുള്ളവരുമായി മാറി. പത്രോസിനെ പോലെ ഞങ്ങളിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നത് കൊണ്ടാവും ഞങ്ങൾ പലപ്പോഴും വീണുപോവുകയും ഞങ്ങളുടെ പദ്ധതികളൊക്കെ പാളിപ്പോവുകയും ചെയ്യുന്നത്. ദൈവമാർദ്ധാവേ, അവിശ്വാസിയാകാതെ നീ വിശ്വാസിയായിരിക്കുക, നീ സംശയിച്ചതെന്ത് എന്നുള്ള അങ്ങയുടെ വലിയ ആഹ്വാനം, ഓർമ്മപ്പെടുത്തൽ, കുറേ കൂടി അങ്ങേ സംശയമില്ലാതെ വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കരുണയും കാവലും കൃപയും ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേലും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സമസ്ത സാഹചര്യങ്ങളുടെ മേൽ എക്കാലവും ഒരു വലിയ കൃപയുടെ കൂടാരമായിട്ട് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥല ഭയപ്പെട്ട് ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നേരുമാറാകണമേ. Testimony